അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം നമ്മളെ മാങ്ങാത്തോട്ടത്തിൽ എത്തിക്കാണ്. സെബിയിലുള്ള നമ്മളെ അമ്മു യഹിയൻ്റെ തോട്ടത്തിൽ തന്നെ എത്തിയുള്ളത്. ഒരുപാട് വെറൈറ്റി മാങ്ങകളുണ്ട്. തുടക്കത്തിൽ തന്നെ പച്ച മാങ്ങാണ്, കുറേ ഒക്കെ കൊണ്ട് ആയി വരുന്നുള്ളൂ കേട്ടോ, പഴുപ്പായി വരുന്നുള്ളൂ. കം ശക്കൽ മങ്ക മൗജൂദ് തൂമി ഹിന്ദി രഞ്ജല സുബ്ദ സുദാൻ. അപ്പൊ ഇതാണ് രംഗല എന്ന് പറഞ്ഞ മാങ്ങ കേട്ടോ. രംഗല എന്ന് പറഞ്ഞാണ് ഇതാ കണ്ടില്ല, നമ്മളൊരു മങ്ക ഇന്ത്യൻ്റെ മാതിരിയൊക്കെ തന്നെ കുറച്ച് നീളമുള്ള ടൈപ്പാണ്. നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞത്, അടിപൊളി. പക്ഷേ ഇതിപ്പോൾ ആയിട്ടില്ല, ആവുന്നുള്ളൂ. ഒരു 25 ദിവസം കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് പാക പഴുപ്പാവുള്ളൂ എന്ന് പറഞ്ഞത്. നാട്ടിലെ നമ്മൾ പിന്നെ പറമ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെ മാങ്ങ നിലത്തുനിന്ന് വീണ മാങ്ങ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ തിന്നുന്ന ഒരു പഴയ കാലമില്ലേ നമുക്ക്, എന്ത് രസമായിരുന്നില്ലേ അത്, അതേനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അടിപൊളി, നല്ല ടേസ്റ്റ്. ഇതാണ് നമ്മളെ മസറിന്റെ മുദീർ അമ്മു യഹ്യ. ഇത് നമ്മൾ ഏകദേശം 5-10 കൊല്ലം മുമ്പ് ഒരു പരിചയമുള്ള ആളാണ്. മാഷാ അല്ലാ, ഇയാൾതാണ് ഈ മസറ ഫുള്ള്. മാഷാ അല്ലാ, ആടുണ്ട്, പശുണ്ട്. നമ്മൾ എല്ലാ കൊല്ലവും ആൾക്ക് കുറച്ച് മാങ്ങ പിന്നെ എന്താ പറയുക, അച്ചാറിട്ട് കൊടുക്കലുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ഉപ്പർക്ക്. അപ്പോൾ എല്ലാ പ്രാവശ്യവും മാങ്ങ ഉണ്ടായി വരുമ്പോൾ പച്ചയിൽ തന്നെ നമ്മളോട് പറയും അച്ചാറിട്ട് കൊടുക്കാൻ പറയും. അപ്പോൾ അതിന് കുറച്ച് പറിച്ച് കണ്ട് അച്ചാറിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മസറയിലുള്ള മാങ്ങ ഒക്കെ കഴിഞ്ഞ് പോവാണ്. കണ്ടോ, മാങ്ങ കഴിഞ്ഞെങ്കിലും ഇവിടെ നല്ല ആടുകൾ കണ്ടോ, ഇഷ്ടം പോലെ ആടുകളെ ഫാമാണത്. ആടുകളുണ്ട്, താറാവുകളുണ്ട്, പശുക്കളുണ്ട്, എല്ലാം ഉണ്ട്. ഏതായാലും പോട്ടേന് അയാളെ വീടാണ്. വീട് വേറെ ഉണ്ട്, തൽക്കാലം ഇവിടെ വരുമ്പോൾ താമസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വീടാണ്.